കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും കരം പിടിച്ചു നടത്തുന്ന കരുത്തനായ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നാം അവിടുത്തെ കരത്തിൽ പിടിച്ചതല്ല, അവിടുന്ന് നമ്മെ വലങ്കൈ കൊണ്ട് പിടിച്ചതാണ്. അതുകൊണ്ടാണ് കുരിൽ വന്നപ്പോഴും വേദന വന്നപ്പോഴും ഒറ്റപ്പെടിയിൽ വന്നപ്പോഴും നാം തകർന്നു പോകാതെ നിൽക്കുന്നത്. സ്വന്തം കഴിവുകൊണ്ടല്ല, നടക്കുവാൻ ബലം നഷ്ടപ്പെട്ട സമയങ്ങൾ എങ്ങനെ മുൻപോട്ട് പോകും എന്ന് ചിന്തിച്ചപ്പോൾ ഭുജത്തിൽ നമ്മളെ എടുത്തത് മറന്നു പോകരുത്. ഹല്ലേലൂയ. തിരിഞ്ഞപ്പോഴും ഒന്ന് നോക്കണം, നോക്കിയിട്ട് പറയണം, ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്ന് പറയാൻ അവിടുന്ന് നമ്മയെല്ലാം ഇടയാക്കട്ടെ. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പ്രതിസന്ധികളുടെ നടുവിലും വിളിച്ചു പറയാൻ ഒരു ദൈവവൈതലിന് മാത്രമേ കഴിയത്തുള്ളൂ. ദാനിയേൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാഞ്ഞിട്ടല്ല, ജീവന് നേരെ ഭീഷണി വന്ന രേഖകൾ തനിക്കെതിരെ ഉണ്ടാക്കി ആ രേഖകളുമായി താൻ കിടന്ന നിരാശപ്പെട്ട ഉറങ്ങിയില്ല, വേദനിച്ചില്ല. പതിവുപോലെ മുട്ടുമടക്കി മുട്ടുകുത്തി. സ്തോത്രം. മുട്ടുകുത്തിയ ദാനിയേലേ, നിന്നെ സഹായിപ്പാൻ ദൈവത്തിൻ്റെ കരം വരും എന്നുള്ളതിന് സംശയമില്ല. ദൈവത്തിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയപ്പോൾ തന്നെ മുട്ടുകുത്തിക്കുമെന്ന് വാദിച്ചവർ ദാനിയേലിൻ്റെ മുമ്പിൽ മുട്ടുകുത്താനിടയായി തീർന്നു. കാരണം ദാനിയേൽ ആരാന്ന് ദൈവം ആ ദേശത്ത് വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ മുമ്പാകെ മുട്ടുകുത്തുന്നവനെ ലോകത്തിൻ്റെ മുമ്പിൽ ഒരടയാളമാക്കി മാറ്റുന്ന സർവശക്തനായ ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് ഇന്ന് പകൽ മറന്നു പോകരുത്. ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് അടുത്തി എന്നിട്ട് അപ്പച്ച, അങ്ങയുടെ ശക്തിയും അങ്ങയുടെ ബലവും എന്നെ ഒന്ന് കാണിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവശക്തി നിങ്ങളുടെ അകത്ത് വെളിപ്പെട്ട് വരും. വേദനയേറുന്ന നേരത്തും ചാരയണഞ്ഞ് ഞാൻ നിനക്കെന്ത് ചെയ്തു തരണം എന്ന് ചോദിക്കുന്ന ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത ശബ്ദം ഈ പകലിൽ കേൾക്കുവാൻ ഇടയാവണം. ദൈവത്തോടടുത്ത് വരുവീൻ, അവിടെ നമ്മളോട് അടുത്ത് വരും. സ്തോത്രം. പലരും നമ്മളെ വിട്ടു മാറുമ്പോൾ അടുത്ത് വരുന്ന ഒരു ദൈവം, ഭയപ്പെടണ്ട എന്ന് പറയുന്ന ഒരു ദൈവം. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്ത് വന്ന് ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് ഉള്ളിൽ ബലം നൽകുന്ന ദൈവം. ധൈര്യം ചോർന്നു പോകുമ്പോൾ, ബലഹീനനാകുമ്പോൾ ബലഹീനതയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവശക്തിയുടെ അളവറ്റ വലുപ്പം ഇന്ന് പകൽ തിരിച്ചറിയുമെങ്കിൽ ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ തയ്യാറാകണം. അത് അനുഭവിച്ച പൗലോസ്ലീഹൻ പറയുകയാണ്, ആ ശക്തി എൻ്റെ മേൽ വന്നപ്പോൾ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. പ്രൈസ് ദി ലോർഡ്. സകലത്തിലല്ല, സകലത്തിലും എന്നെ മതിയാക്കുന്ന ആ ദൈവശക്തിയുടെ അളവില്ലാത്ത വലുപ്പം താൻ തിരിച്ചറിയുകയാണ്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുന്നവൻ തിരിച്ചറിയേണ്ടത് ദൈവശക്തിയുടെ അളവില്ലാത്ത വലുപ്പമാണ്. പരിമിതിയില്ലാത്ത ദൈവശക്തിയുടെ വലുപ്പം തിരിച്ചറിഞ്ഞ് ആത്മാവിൽ എഴുന്നേൽക്കുവാൻ തയ്യാറാകട്ടെ. നിന്നെ ഒതുക്കുവാൻ നോക്കുന്ന, നിനക്കെതിരെ രേഖ ചമയ്ക്കുന്ന ദേശാധിപതിയുടെ ശക്തികളെ കണ്ട് ഭയപ്പെടാതെ മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ അതേ രേഖകളെ തിരുത്തിപ്പിക്കുന്ന ഒരു ദൈവം മൊർദെഖായി, എസ്തറെ നിനക്ക് വേണ്ടി ഉണ്ട്. കൈപ്പോടെ കരഞ്ഞവന് വേണ്ടി രേഖകളെ തിരുത്തി ശൂഷൻ പട്ടണത്തെ ഏർത്തു സന്തോഷിപ്പിച്ചതുപോലെ തിരുമഹത്വം വെളിപ്പെടുത്തും എന്നുള്ളതിന് സംശയമില്ല. സദൃശ്യവാക്യമെട്ടാം
അധ്യായം 35 വാക്യം വളരെ ശ്രദ്ധേയമാണല്ലോ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു, അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. ദൈവത്തെ കണ്ടെത്തുക. ദൈവത്തെ കണ്ടെത്തിയത് വെറുതെ ആയില്ല. ഭാഗ്യവശാൽ ഈ ദൈവം നമ്മളെ കണ്ടെത്തി. പക്ഷേ ദൈവത്തെ കണ്ടെത്തണം, വാചനം വായിക്കണം, ദൈവസന്നിധിയിലേക്ക് അടുത്തു വരണം. തുടക്കത്തിൽ പറഞ്ഞതുപോലെ കണ്ടെത്തുമ്പോൾ ജീവൻ നമ്മളിലേക്ക് വ്യാപരിക്കും. സ്തോത്രം. യേശു വന്നതെന്തിനാണ്? കർത്താവിൻ്റെ അടുക്കലേക്ക് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ സമൃദ്ധിയായ ജീവൻ വെളിപ്പെടും. ജീവൻ തരുവാനും സമൃദ്ധിയായ ജീവൻ തരാനും എൻ്റെ യേശു വന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് അറപ്പാനും മുടിപ്പാനും ഇല്ലാതാക്കാനും ഈ പുറത്ത് പിശാച് വന്നപ്പോൾ ആ ബാന്ധവങ്ങളെ പൊട്ടിക്കാൻ, ജീവൻ നൽകാൻ, സമൃദ്ധിയായ ജീവൻ നൽകാൻ എൻ്റെ യേശു വന്നു. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് അടുത്ത് വന്ന്, അല്ലെങ്കിൽ കർത്താവുമായി പറ്റിച്ചേർന്നിരിക്കാൻ, കർത്താവിൻ്റെ മാർവോടെ ചേർന്നിരുന്ന യോഹന്നാനെ നിൻ്റെ അകത്ത് വ്യാപരിച്ച ആത്മശക്തി, വെളിപ്പാടുകൾ, പ്രൈസ് ദ ലോർഡ്, പത്രോസേ, ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാടുകൾ വെളിപ്പെടുത്തുക. മാത്രമല്ല യോഹന്നാനെ, പത്മോസിൻ്റെ ഏകാന്തതയിൽ നിൻ്റെ ജീവനെപ്പോലും അപഹരിക്കാൻ വേണ്ടി ഡൊമീഷ്യൻ പദ്ധതികൾ ഒരുക്കിയപ്പോൾ നീ കർത്താവിനോട് മാർവോട് ചേർന്ന് നടന്നെങ്കിൽ, നീ കർത്താവിനോട് ചേർന്നിരുന്നെങ്കിൽ, നീ കർത്താവിനോട് സംസാരിച്ചെങ്കിൽ, ആ പത്മോസിനകത്തും നിനക്ക് ജീവൻ നൽകുന്ന, ആത്മവിവശതയിലേക്ക് നിന്നെ എത്തിക്കുന്ന, ആത്മാവിൻ്റെ അടുത്ത ലെയറിലേക്ക് കൊണ്ടുപോയി വെളിപ്പാടുകൾ എഴുതിക്കുന്ന, മറന്നീക്ക് നിന്നെ കാണിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകലും ഞാൻ ജനത്തോട് ദൂത് വിളിച്ചു പറയുന്നു. കർത്താവിനെ കണ്ടെത്തുവാൻ ജാഗ്രതയോടെ, ദൈവമുഖം അന്വേഷിക്കാൻ തീഷ്ണതയോടെ, ദൈവപാദപീഠത്തിങ്കൽ മുട്ടുമടക്കാൻ ആവലോടെ അടുത്തു വരാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങി വരും. ഞാൻ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ മനസ്സ് നിന്നെ അറിയിക്കാം. പ്രാർത്ഥിക്കുന്നവൻ, അടുത്തു വരുന്നവന് വേണ്ടി ജീവൻ വ്യാപരിപ്പിക്കുന്ന, ചാവാറായ ചില ശേഷിപ്പുകൾ ശക്തീകരിക്കപ്പെടുന്ന, എഴുന്നേൽക്കാത്തതിനെ എഴുന്നേൽപ്പിക്കുന്ന ജീവൻ്റെ വഴി. അതാ 16-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്. ജീവൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണമേ. സ്തോത്രം. നോക്കൂ, ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുന്നവൻ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ, അവൻ ജീവൻ്റെ വഴിയിലേക്ക് നടക്കുകയാണ്. മരണത്തിൻ്റെ വഴികൾ ഒഴിഞ്ഞു പോകുകയാണ്. നരകത്തിൻ്റെ വഴികൾ ഒഴിഞ്ഞു പോകുന്നു. നാശത്തിൻ്റെ വഴികൾ വിട്ടുമാറുന്നു. ജീവൻ്റെ വഴിയിലേക്ക്, നിത്യജീവനിലേക്ക്, ആത്മശക്തിയിലേക്ക്, അഭിഷേകത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുവരുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് ജാഗ്രതയോടെ അടുത്ത് വരാമോ? ഇന്ന് പകൽ നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവ് ജീവിപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ജീവനുള്ള ദൈവമാണ് നമ്മുടെ. സ്തോത്രം. മരിച്ച ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. ഇന്നും യേശുവിൻ്റെ കല്ലറ തുറന്നു കിടക്കുന്നു. ഞാൻ ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ആ കല്ലറ, ഹല്ലേലൂയ, ജീവൻ വ്യാപരിപ്പിക്കുന്ന ആ ദൈവശക്തി ഇന്ന് പകൽ ഡെഡായ നിങ്ങളുടെ വിഷയങ്ങളെ ജീവിപ്പിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഒന്ന് തിരിച്ചറിയാൻ എത്ര പേർക്ക് കഴിയും? നിർജീവമായി പോയ നിങ്ങളുടെ പ്രാർത്ഥന, നിർജീവമായി പോയ ആരാധന ഈ പകൽ ജീവിപ്പിക്കാൻ എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലൂ. കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ മൺകൂടാരങ്ങൾ വെളിപ്പെടുമ്പോൾ നിങ്ങൾ ശക്തരായി തീരുകയാണ്. തുടക്കത്തിൽ പറഞ്ഞതുപോലെ എന്നെ ശക്തനാക്കുന്നവൻ എപ്പോൾ? ബലഹീനനായപ്പോൾ, ശക്തി നഷ്ടപ്പെട്ടപ്പോൾ, അസ്വസ്ഥമായപ്പോൾ കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിൻ്റെ മേൽ വരികയാണ്. അല്ലെങ്കിൽ എൻ്റെ ശക്തി, എൻ്റെ ജീവൻ, എൻ്റെ ബലം നിൻ്റെ മേൽ വരുമ്പോൾ നീ ജീവിക്കുന്നു, നീ എഴുന്നേൽക്കുന്നു, ആ ശക്തി കൊണ്ട് നീ നടക്കുന്നു. കാരാഗ്രഹത്തിൽ നിന്നെ ഒതുക്കാൻ പറ്റില്ല. അധികാരങ്ങൾക്ക് നിന്നെ പിടിച്ചു നിർത്താൻ പറ്റില്ല. ഈശാനമോലിൻ്റെ ശക്തികൾക്ക് നിന്റെ വാഗ്ദത്തത്തെ തടയാൻ പറ്റില്ല. നിന്റെ മേൽ വ്യാപരിക്കുന്ന ജീവൻ ആണലിൽ നിന്റെ കയ്യിൽ ചുറ്റട്ട് പൗലോസേ, നീ ജീവിക്കും.
നിന്റെ മേൽ ജീവൻ്റെ ശക്തി വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ച മനുഷ്യനാണ് പൗലോസ്. ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ച്, നമുക്കറിയാമല്ലോ കൊരിന്ത്യർ ലേഖനത്തിൽ. അപ്പോൾ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ച, കർത്താവിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ സംബന്ധിച്ച് അവനിലേക്ക് ജീവൻ വ്യാപരിക്കും, ജീവൻ കണ്ടെത്തും. സമർത്ഥിയായ ജീവൻ, ആത്മശക്തി, അങ്ങനെയുള്ള കുടുംബങ്ങൾ, തലമുറകൾ ഇന്ന് പകൽ സ്വായത്തമാക്കണം യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കണ്ടെത്തുന്നവൻ ജീവനെ കണ്ടെത്തുന്നു. അവൻ യഹോവയുടെ കടാക്ഷം പ്രാപിക്കുന്നു. യഹോവയുടെ അനുഗ്രഹം അവൻ്റെ മേലും അവൻ്റെ സന്താനങ്ങളുടെ മേലും വെളിപ്പെടണമെങ്കിൽ ദൈവത്തെ കണ്ടെത്തണം, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് വരണം, ദൈവസന്നിധിയിൽ താഴണം, വിധേയപ്പെട്ടിട്ട് പറ, കർത്താവേ ഞാൻ അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നു, അങ്ങനെ ജീവിപ്പിക്കണമേ. നിൻ്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് ധൈര്യത്തോട് പറ, ഞങ്ങളെ അവിടുന്ന് വീണ്ടും ജീവിപ്പിക്കും, ഞങ്ങളെ എഴുന്നേൽപ്പിക്കും, ഞങ്ങൾ അവിടുത്തെ മുൻഭാഗം നടക്കും, ഞങ്ങൾ ആത്മാവിൽ മുൻപോട്ട് മൂവ് ചെയ്യും, തളർന്നു പോവില്ല. കാരണം ഞങ്ങൾ കണ്ടെത്തിയത് ജീവൻ്റെ ഉറവയാണ്, ഞങ്ങൾ കണ്ടെത്തിയത് ജീവിപ്പിക്കുന്ന ദൈവത്തെ. അതുകൊണ്ട് അബ്രഹാം പറയുന്നത്, മരിച്ച വിഷയങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം, ഇല്ലാത്തതിനെ ഉളവാക്കുന്ന ദൈവം, ഡെഡായ ഞങ്ങളുടെ വിഷയങ്ങളെ ജീവിപ്പിക്കാൻ കഴിയുമെന്ന് താൻ പ്രഖ്യാപിക്കുന്നത് പോലെ. യെസ്, ഇയ്യോബ് പറയുന്നു, എൻ്റെ ശരീരം ഡെഡാണ്, അത് തകർക്കപ്പെട്ടിരിക്കും, എൻ്റെ തലമുറകൾ ഡെഡായി പോയി, എൻ്റെ സമ്പത്ത് നഷ്ടമായി പോയി, ബന്ധങ്ങൾ നിർജ്ജീവമായി പോയി. പക്ഷേ താൻ പ്രഖ്യാപിക്കുകയാണ്, യഹോവേ അങ്ങേക്ക് സകലവും കഴിയും. കാരണം ജീവിപ്പിക്കാൻ അങ്ങേക്ക് കഴിയും, തിരിച്ചു വരുത്താൻ കഴിയും, സൗഖ്യമാക്കാൻ കഴിയും, ബലം കൽപ്പിക്കാൻ കഴിയും, നഷ്ടപ്പെട്ടത് മടക്കി കൊണ്ടുവരാൻ അങ്ങേക്ക് കഴിയും. ഈ പകൽ എത്ര പേർക്ക് പ്രഖ്യാപിക്കാൻ കഴിയും? യോബ് പറഞ്ഞതുപോലെ, അവൻ എന്നെ കൊന്നാലും ഞാൻ കാത്തിരിക്കും. എന്നിട്ട് പറയുന്നു, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണാൽ തന്നെ ഞാൻ കാണും. വിളിച്ചു പറ, എൻ്റെ കണ്ണാൽ ഞാനത് കാണും. കാരണം കർത്താവ് എന്നെ ജീവിപ്പിക്കും, ആഴങ്ങൾ തിരികെ കയറ്റും, അവിടുത്തെ ശക്തി വ്യാപരിപ്പിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ നിങ്ങൾ പറയുന്നു, ഇനി ആ വിഷയം നടക്കില്ല, ഡെഡായിപ്പോയി, അതിൻ്റെ കാലാവധി കഴിഞ്ഞു. ഇല്ല, കർത്താവിന് ജീവിപ്പിക്കാൻ കഴിയും. അടുത്ത് വരൂ, കർത്താവിൻ്റെ അടുക്കലേക്ക് മുട്ടുമടക്കി അടുത്തിട്ട് പറ, കർത്താവെ അങ്ങ് ജീവിപ്പിക്കുന്നവനാ, അങ്ങ് ബലം കൽപ്പിക്കുന്നവനാ. ഞങ്ങളുടെ കുടുംബജീവിതത്തെ, ചിതറിപ്പോയ ഞങ്ങളുടെ വിഷയങ്ങളെ, അകലം വിട്ടു നിൽക്കുന്ന ഞങ്ങളുടെ സബ്ജക്റ്റുകളെ ഇന്ന് പകൽ ജീവിപ്പിക്കാൻ അങ്ങേക്ക് കഴിയും. ധൈര്യത്തോടെ പറ, യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ഇന്ന് പകലും വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. അടയാളങ്ങൾ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. വീര്യ പ്രവർത്തികൾ കർത്താവ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. ആത്മബലം കൽപ്പിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ധൈര്യത്തോടെ പറ, കർത്താവിൻ്റെ പദമെടുത്ത് ഞങ്ങൾ അടുത്ത് വരികയാണ്. ഞങ്ങളെ ജീവിപ്പിക്കുന്ന, ഞങ്ങളെ ശക്തീകരിക്കുന്ന, ഞങ്ങളുടെ കുറവുകൾ പരിഹരിക്കുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, മരിച്ച ഞങ്ങളുടെ സബ്ജക്റ്റുകളെ ജീവിപ്പിക്കുക മാത്രമല്ല, ഇല്ലാത്തതിനെ ഇന്ന് പകൽ ഞങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന ഒരു ദൈവത്തെ ഞങ്ങൾ സേവിക്കുന്നത്. തൻ്റെ ജനത്തെ കടാക്ഷിക്കുന്ന, അനുഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഈ വചനങ്ങളാൽ അവിടുന്ന് നമ്മെ സഹായിക്കട്ടെ. ക്രിസ്തയേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.